സംഭവം അധ്യായം 1. സംഭവം എന്ന ഷോർട്ട് ഫിലിം അതിന്റെ ബേസ് ചെയ്തുള്ള ഒരു വലിയ ഫീച്ചർ ഫിലിം സിനിമയാണത്. ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ഇറങ്ങിയത്. എന്റെ പാർട്ട്ണർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഈ ഒരു ഷോർട്ട് ഫിലിം കാണാനായിട്ട്. പക്ഷെ എന്തോ കാരണവശാൽ അത് മിസ്സായി പോയി. പക്ഷെ ഭാഗ്യം അത് കാണാതിരുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിം അന്ന് കണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഈ സിനിമ കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യില്ലായിരുന്നു. അവൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടായില്ല ഫസ്റ്റ് ഹാഫ് കണ്ടോണ്ടിരുന്നപ്പോൾ. പക്ഷെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി പോയ എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ആ ഒരു ഷോർട്ട് ഫിലിം തീരുന്നെടുത്ത് സിനിമയുടെ ഇന്റർവെൽ പോയിന്റ് ആണ്. ആ ഒരു ഇന്റർവെൽ പോയിന്റ് എനിക്ക് പേഴ്സണലി തന്ന ആ ഗൂസ് ബംപ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരുന്ന അറിയില്ല. ആ ഒരു ഞെട്ടലും ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ത്രില്ലും അത് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി പോയതാണ്. ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഈ സിനിമ കാണാതിരിക്കരുത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം വെറും പാതിയേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി അവര് പുതിയതായിട്ട് എഴുതി എക്സിക്യൂട്ട് ചെയ്ത സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പടം ദിസ് എക്സ്പെരിമെന്റ് ഇസ് ടു ബി വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ് തന്നെ കാണേണ്ട ഒരു ത്രില്ലർ സിനിമ തന്നെയാണത്. ഇതിന്റെ ഓഡിയോഗ്രഫി ചെയ്തത് വിഷ്ണു ഗോവിന്ദാണ്. ഭ്രമയുഗം, ഭൂതകാലം, ദൃശ്യം എന്നീ സിനിമകളിലൊക്കെ ഓഡിയോഗ്രഫി ചെയ്ത വ്യക്തിയാണ്. ഈ സിനിമകളുടെ പേര് ലിസ്റ്റ് ഈ ഒരു ഇങ്ങനെയുടെ ഫിലിമോഗ്രഫി നോക്കിയാൽ തന്നെ അറിയാം വേറെ ലെവല് ഓഡിയോ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിനകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ജംഗിളിൽ അകപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബ്രില്യൻ വർക്കാണ് ഇതിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ബ്രില്യൻ വർക്ക് ചെയ്താണ് എന്റെ സിനിമാറ്റോഗ്രാഫർ നവീൻ. ഗംഭീര വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ജംഗിളിലെ സീൻസും എന്ത് രസമായിട്ടാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കംപ്ലീറ്റ്ലി ആ ഒരു കാടിനകത്താണ്. ഒരു 80% കാടിനകത്ത് തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു രീതിയിൽ റിപ്പീറ്റേറ്റീവ് ആവാണ്ടോ ഒരു ഡൾ ഫീൽ നമുക്ക് തരാത്ത രീതിയിൽ എൻഗേജിങ് രീതിയിൽ ഇതിന്റെ സിനിമാറ്റോഗ്രഫി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര അടിപൊളി ക്യാമറ വർക്ക്. പിന്നെ ഈ സിനിമയുടെ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും കുറച്ച് പുതിയതാണല്ലോ. പക്ഷെ അതുപോലെ എന്ത് രസമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കളർ പാലറ്റ് ഒക്കെ മാറ്റി അതേപോലെ ലൈറ്റിംഗ് ഒക്കെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും എല്ലാ വർക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓഡിയോഗ്രഫി മാറ്റി വെച്ച് സിനിമാറ്റോഗ്രഫി ഒക്കെ മാറ്റി വെച്ച് ടെക്നിക്കൽ സൈഡ് ഈ പടത്തിന്റെ ബ്രില്യൻ്റാ. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല സിനിമയിലെ ഏറ്റവും മികച്ചത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് ഉറപ്പാണ് തല കുത്തി മറിച്ചിട്ടുണ്ടാവും ഇത് എഴുതാനായിട്ട്. ദിസ് ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ. ഷോർട്ട് ഫിലിമും ജിത്തു തന്നെയാണ് എഴുതി ഡയറക്ട് ചെയ്തത്. ഇരുന്ന് തല കുത്തി മറിച്ചിട്ടുണ്ടാവും ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. ബിക്കോസ് അത്രയും കൺഫ്യൂസിംഗ് ആണ്. ഏതെങ്കിലും ഒരു രീതിയിൽ പാളിച്ച പറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കൈവിട്ടു പോകും. പക്ഷെ അതെല്ലാം വളരെ ഫോക്കസോടെ തന്നെ ഈ സ്ക്രിപ്റ്റ് ചെയ്യുക നമുക്കത് ശരിക്കും അത് മനസ്സിലാവും, അത് ഫീൽ ചെയ്യും. ബിക്കോസ് നമ്മൾ ആരും കാണാത്തതല്ല ഒരു ടൈം ലൂപ്പ് സിനിമ. കാണുന്ന എല്ലാവരും ജസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ടൈം ലൂപ്പ് സിനിമ. ഇന്ത്യൻ സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഗെയിം ഓവർ ആണ്. ഗെയിം ഓവർ ഗംഭീര സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. താപ്സിയാണ് അഭിനയിച്ചത്. അത് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. പക്ഷെ കീടുകാച്ചി പടമായിരുന്നു. ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണത് കണ്ടു നോക്കാൻ. അതിനുശേഷം പിന്നെ ഹോളിവുഡ് ആണ് കണ്ടത്. എഡ്ജ് ഓഫ് ടുമോറോ, കോഹറൻസ്, ഗ്രൗണ്ട് ഹോഗ് ഡേ, അതേപോലെ കുറെ കിടിലം പടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം ലൂപ്പ് സിനിമ കണ്ടവർക്കും ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ പടം ഇന്റർവെല് മുതലേ ട്വിസ്റ്റാ. ഫുൾ ട്വിസ്റ്റ് പടം തീരുന്നവരെ ട്വിസ്റ്റാ. അതുകൊണ്ട് തന്നെ ആ ട്വിസ്റ്റുകൾ പോലും അവർ ഭയങ്കര ക്ലെവർ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ട്വിസ്റ്റുകൾ അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഈ പടം കണ്ട് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പടത്തിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കും, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, അത് എന്തുകൊണ്ട് അങ്ങനെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ വരും. അങ്ങനെ നമ്മൾ കുറെ സംഭവങ്ങൾ അറിയും. അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നല്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ അത്ഭുതപ്പെടും. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് തന്നെ പറയാം. റൈറ്റിംഗിൽ ഏതായാലും അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആകെ ഡയറക്ഷനിൽ മാത്രം കുറച്ചും കൂടെ ഡെബ്യൂ ഡയറക്ഷന്റെ ആ ഒരു കുറച്ച് പോരായ്മ അവിടെ ഫീൽ ചെയ്യും. എന്നാൽ പോലും ശരിക്കും സെക്കൻഡ് ഹാഫ് നമ്മൾ ഞെട്ടിച്ചു കളയും. ബിക്കോസ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ സിനിമയുടെ ഒരു പോക്ക് അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട്. ഇതൊരു ഡെബ്യൂ ടൈം ലൂപ്പ് സിനിമയായിരിക്കും. മലയാള സിനിമയുടെ പരിമിതി വെച്ച് കുറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഞെട്ടിച്ച് കളയുന്ന ഒരു സിനിമ തന്നെയാണിത്. എസ്പെഷ്യലി ടൈം ലൂപ്പ് കൺസെപ്റ്റ് ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു ഗംഭീര അനുഭവമായിരിക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇന്റർവെൽ പോർഷൻ ശരിക്കും ഞെട്ടിച്ച് കളയും. ഇന്റർവെൽ പോലും ഇനി വേണ്ടാത്തൊരു ചിന്ത പോലും വന്നു പോകും. പക്ഷെ സെക്കൻഡ് ഹാഫും അതേപോലെ നല്ല എൻഗേജിങ് ആയിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരു എഡ്ജ് ഓഫ് സീറ്റ് അനുഭവം തന്നെ തരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോരായ്മകൾ ഒന്നാണ് ഞാൻ ഡെബ്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കുറച്ച് ഫോറിനേഴ്സ് വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. അതൊക്കെ അവിടെയൊക്കെ ഒരു ലോ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുവരെയുള്ള ആ ഒരു വിഷ്വൽ ക്വാളിറ്റി രസവും അതൊന്നും അവിടെ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ആണ് അവിടത്തെ കുറച്ച് പോർഷൻസിൽ ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എടുക്കായിരുന്നു
എന്ന് തോന്നി. അതേപോലെ ഇതിന്റെ ആ ഒരു പുവർ കാസ്റ്റിംഗ് വളരെ ആവറേജ് ആണ്, വളരെ മിഡാണ്. വിനീത് വലിയ കുഴപ്പമില്ല, അസ്കർ അലിയും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഡീസെന്റ് ആയിട്ട് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. MG അശോകൻ എന്ന പോലീസ് ക്യാരക്ടർ ചെയ്ത ആക്ടറും അത്യാവശ്യം നന്നായിരുന്നു. പക്ഷെ അതല്ലാണ്ട് ഇതിനകത്ത് കുറെ ആക്ടേഴ്സ് ഉണ്ട്, കുറെ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ ഭയങ്കര മോശം, എനിക്കൊരു ഭയങ്കര ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ തന്നെ ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്ത് രസമായിട്ട് ഇതിനകത്ത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു പോരായ്മ. മൂന്നാമത്തെ പോരായ്മ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ലാസ്റ്റ് ഒരു കിണ്ണം കത്തി ട്വിസ്റ്റിൽ അവസാനിപ്പിക്കും. സെക്കൻഡ് ഹാഫിന്റെ നറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന്റെ നറേഷൻ ഇടക്ക് ഭയങ്കര ബ്രില്യന്റ്, പക്ഷെ ഇടക്ക് ഭയങ്കര ഡൗൺ ആവും, ഇടക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും, ഇടക്ക് വീണ്ടും ബ്രില്യന്റ് ആവും, ഇടക്ക് ഭയങ്കര ഡൗൺ ആവും. ഇങ്ങനത്തെ ഒരു നറേഷനാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പോരായ്മയുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ സിനിമ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടോട്ടലി നമ്മളൊരു ഭയങ്കര ഡെപ്തും, നമുക്ക് ആ ഒരു ഡെപ്ത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എൻഡിങ് ആണ് സിനിമയുടെ. ഒരു ഓപ്പൺ എൻഡിങ് ആണ്. അത് എത്ര പേർ കണക്ട് ആവുമെന്ന് അറിയില്ല. ഏതായാലും ഇങ്ങനത്തെ ഈ അതേ തരത്തിലുള്ള ട്വിസ്റ്റുകൾ കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയ ഒരു സിനിമ തന്നെയായിരിക്കും. ആർക്കും ഈ സിനിമ ഒരു മോശം അനുഭവം തരില്ല. ഏതൊരാൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ പോലും അവർ ഞെട്ടുകയും ചെയ്യും. അതേപോലെ ഒരു ഡീസന്റ് അനുഭവം, ഡീസന്റ് വാച്ചബിൾ എക്സ്പീരിയൻസ് സിനിമ തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. സംഭവം എന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളവരാണെങ്കിലും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അബി റിവീൽസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളും വേണമെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. കൊഹറൻസ്, ഗെയിം ഓവർ, എഡ്ജ് ഓഫ് ടുമോറോ, ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളതും പക്ഷെ കണ്ടു നോക്കുക. ഗെയിം ഓവർ അധികം ആൾക്കാർ കാണാത്തൊരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞത് ഗെയിം ഓവർ ഒരു ഗംഭീര സിനിമയാണ്. അത് ജസ്റ്റ് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക.